ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ റാംബ്ലിങ്സ് ബൈ രേഷ്മ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഇന്നൊരു സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ സാധാരണ വലിയ ഹൈടെക് ആയിട്ടൊന്നും ഉണ്ടാക്കാറില്ല, വളരെ സിമ്പിളായിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, പിന്നെ കുറച്ച് അധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4 സവാള, ചെറിയ സവാള കൊണ്ട് അരിഞ്ഞു വരുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല, 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കാം. ഓക്കെ, വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തു. ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ കറിവേപ്പില ഇട്ടു, പിന്നെ കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ സവാളയും ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ സവാള, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ ഞാൻ സവാള ഇട്ടു, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം സമയം എടുത്തായിരിക്കും ആവുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ സവാള വഴണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്തേക്ക് തക്കാളി ചിട്ടു. ഇനി അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇടാം. അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെയാണ്, മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാലയൊക്കെ ഇട്ട് ജസ്റ്റ് ഇതിൻ്റെ പച്ചമണം മാറിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് പിന്നെ ചിക്കൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മസാലയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു തിള വന്നതിന് ശേഷം നമുക്ക് ചിക്കനൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, കാരണം ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചിട്ട് നോക്കാം. അപ്പോൾ അതെ, നമ്മുടെ ചിക്കനൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ ആക്ച്വലി കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് ഗ്രേവി വേണമെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തുറന്ന് വെച്ച് കുറച്ച് നേരം ഒന്ന് കുറുക്കി എടുക്കുക ചെയ്തത്. നമുക്ക് ഈ ദോശ കൂടി ചുട്ട് ദോശയും ചിക്കൻ കറിയും ട്രൈ ചെയ്ത് നോക്കാം. ദോശ കറക്റ്റ് റൗണ്ട് ആവുമോ നോക്കാം ഗൈസ്. ഇത് സക്സസ് ആവോ? കുഴപ്പമില്ല, റൗണ്ട്. ഞാൻ എൻ്റെ വീട്ടിലെ ദോശ എക്സ്പേർട്ടാണ്.